നിങ്ങളെക്കാൾ കില്ലാടിയെ കണ്ടിട്ടുള്ളയാളാണ് ഞാൻ. അതുകൊണ്ട് എന്റെ മുന്നിൽ ചോദ്യം ചോദിച്ചിട്ട് ചാടി പോകുമ്പോൾ പിടിച്ച് ഞാൻ അവിടെ ഇരുത്തിയിട്ട് ഞാൻ മറുപടി പറയും. പക്ഷേ അതാണ് നിങ്ങളുടെ ഒന്നാമത്തെ ചോദ്യത്തിൽ നിങ്ങൾക്ക് ഷാഹുലെ, നിങ്ങൾ ഈ ചർച്ചയിൽ പറഞ്ഞ മണ്ടത്തരങ്ങൾ ഞാൻ ഓരോന്ന് എണ്ണി വേണമെങ്കിൽ ഇപ്പൊ റീക്യാപ്പ് ചെയ്യാം. നിങ്ങൾക്ക് വേണമെങ്കിൽ ഇത് ചർച്ചയുടെ ടീസറായിട്ട് കൊടുക്കുകയും ചെയ്യാം. ഒന്നാമത്തെ കാര്യം, നിങ്ങൾ ഇതിനകത്ത് പറഞ്ഞത് വികസിത രാജ്യങ്ങളിൽ പോലും ഇല്ലാത്ത എന്ന് നിങ്ങൾ പറഞ്ഞു. എന്നിട്ട് നിങ്ങൾ ഓടി എന്ത് പറഞ്ഞിട്ട് അത് ഞാൻ ഫിറ്റ് ചെയ്ത ഒരു വാക്ക്, അത് പറയേണ്ട കാര്യമില്ല. അപ്പൊ ശ്രീധരൻ, പറഞ്ഞ ഒരു ബ്ലണ്ടറിനെയും RSSനെയും ഒരേ അച്ചുതണ്ടിൽ കാണുന്ന താങ്കൾ എന്തുകൊണ്ട് PFIയെ എതിർക്കുന്ന അതേ ഊർജ്ജത്തോടെയും ഉന്മേഷത്തോടും കൂടി RSSനെ എതിർക്കുന്ന ചോദിക്കുന്നതിന് ഉത്തരം പറയാതെ താങ്കൾ സ്കിപ്പായി പോയല്ലോ? എടോ, PFI ഈ രാജ്യത്തെ ഇസ്ലാമികവൽക്കരിക്കാൻ ശ്രമിക്കാൻ നടക്കൂലെന്നേ. RSS എന്താക്കി? പറഞ്ഞു ഹിന്ദു ആകാൻ പറഞ്ഞു. ഇല്ല, RSS നിങ്ങളോട് ഹിന്ദു ആകാൻ പറഞ്ഞു. ഇസ്ലാമികവൽക്കരണം എന്റെ പൊന്നി കേട്ടാ നിങ്ങൾ അത് വിട്. നിങ്ങൾ VS അച്യുതാനന്ദൻ പറഞ്ഞു നോക്കാം. അങ്ങനെ RSS ആണ്. 2010 ഡൽഹിയിലെ പത്രസമ്മേളനത്തിൽ VS അച്യുതാനന്ദൻ പറഞ്ഞത് അടുത്ത 25-30 വർഷത്തിനുള്ളിൽ കേരളത്തിനെ പൂർണ്ണമായിട്ടും ഇസ്ലാമൈസ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള പ്രവർത്തനമാണ് PFI നടത്തുന്നത് എന്ന് പറഞ്ഞത് VS അച്യുതാനന്ദനാണ്. ഏത് CPM-കാരാണ് VS അച്യുതാനന്ദൻ എന്ന് പറഞ്ഞ? ഏത് CPM-കാർ, ഏത് മതേതരത്തെ ചേരിയിലുള്ള വ്യക്തിയാണ് പശുവിന്റെ പേരിൽ പാവപ്പെട്ട ദളിതരെയും അടിച്ചു കൊല്ലുന്നത്? തീർന്നില്ല, നിൽക്കൂ. VS അച്യുതാനന്ദനെ വാലും ചുരുട്ടി ഓടി. വർഗീയവാദിയാണോ? VS വർഗീയവാദി അല്ല. പ്രസ്താവനയോ? ആ പ്രസ്താവന വർഗീയമാണോ അല്ലയോ? ഏത് പ്രസ്താവന? അടുത്ത 30 വർഷത്തിനുള്ളിൽ കേരളത്തിനെ ഇസ്ലാമികവൽക്കരിക്കാനുള്ള അജണ്ടയാണ് PFIക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വർഗീയവാദമാണോ അല്ലയോ? അത് വർഗീയവാദം എങ്ങനെയാണ്? PFIക്കെതിരെ പറഞ്ഞു, മുസ്ലിങ്ങൾക്കെതിരെയാണ് പറഞ്ഞത്. RSSനെതിരെ എന്താ VS അത് പറയാഞ്ഞ സാറേ? RSSനെതിരെ VS അത് പറഞ്ഞിട്ടുണ്ടോ? RSSനെതിരെ RSS ഓടല്ലേന്ന് നിങ്ങൾ ചോദിക്കുന്ന ചോദ്യത്തിന് മറുപടി പറയും. പറഞ്ഞ ഒരു കാര്യം ഞാൻ പറയാം. RSSനെതിരെ ഒന്നും ഞാൻ പറഞ്ഞില്ല. അങ്ങനെയൊക്കെ പറയാം, കാരണം അങ്ങയുടെ രാഷ്ട്രീയം അതല്ല. പുള്ളിയുടെ ഷാഹുലെ ഓടല്ലേ? ആണെങ്കിൽ നിങ്ങളുടെ അമ്മയാണെങ്കിൽ ഷാഹുലെ അത് രാഷ്ട്രീയം. ഷാഹുലെ അത് രാഷ്ട്രീയം. ഇതും രാഷ്ട്രീയമല്ലേ? അല്ല, അല്ല, അതൊരു വർഗീയവാദം എന്ന് പറയുന്നതാണ് രാഷ്ട്രീയം. ഒരു സംഘടന ഇവിടെ താങ്കൾ ഉറപ്പിച്ച് പറയുന്നു VS വർഗീയവാദി, മോദി ഷാഹുലെ എന്റെ വാർത്ത വർഗീയവാദിയാണോ? ഷാഹുലെ വർഗീയവാദിയല്ല, നമ്മൾ രണ്ടുപേരും ഒരുമിച്ച് പറയുന്നു. എന്റെ മോദി വർഗീയവാദിയാണോ എന്ന് ചോദിച്ചാൽ കഴിഞ്ഞ 3 ചോദ്യങ്ങളുടെ മറുപടി ഞാൻ പറയുന്ന സമയത്ത് നിങ്ങൾ ഓടുകയാണ്. 3 ചോദ്യം എന്റെ മെമ്മറിയിലുണ്ട്. ഞാൻ മറുപടി പറഞ്ഞിട്ടേ പോകത്തുള്ളൂ. ഷാഹുലിന്റെ മറുപടി ഇല്ല. മോദി വർഗീയവാദിയാണോ? നിങ്ങൾ VSനെ വിട്ടു, നിങ്ങൾ മോദിയിലേക്ക് വന്നു. ആ ചോദ്യത്തിന് മറുപടി ഞാൻ പറഞ്ഞില്ല. വർഗീയവാദി എന്ന് നമ്മൾ രണ്ടുപേരും ഒരുമിച്ച് അത് നമ്മൾ അംഗീകരിച്ച ഒരു വിഷയത്തിൽ ഞാൻ ചോദിക്കണം. പ്രധാനമന്ത്രി വർഗീയവാദി. ഷാഹുലെ, നിങ്ങൾ പലരെയും നിങ്ങൾ കൊണ്ടുവന്ന് പോഡ്കാസ്റ്റിൽ ഇരുത്തി കാണും, നിങ്ങൾക്കൊരു ധാരണ ഉണ്ടാകും. അങ്ങനത്തെ ആളല്ല ഞാൻ. ഞാൻ അവിടെ പിടിച്ചിരുത്തി നിങ്ങളുടെ വാൽ അവിടെ ചവിട്ടി വെച്ചിട്ട് നിങ്ങളെ അവിടെ ഇരുത്തി പറഞ്ഞിട്ടേ ഞാൻ പോവുള്ളൂ. പക്ഷേ പറയുന്നില്ലല്ലോ. ഞാൻ വാലിട്ടിരിക്കുന്നു. താങ്കൾ മോദി വർഗീയവാദിയാണോ? അതല്ലല്ലോ ചോദ്യം. അതിലേക്ക് വരാൻ അതിലേക്ക് ഞാൻ വരാമെന്നേ. അതെന്തുകൊണ്ട്? അതിലേക്ക് വരുന്നതിന് മുമ്പ് 2 ചോദ്യത്തിന് നിങ്ങൾ ഓടി. അതിന് ഞാൻ മറുപടി പറയാം. അവിടെ ഉണ്ടായി അത് പറയണേ. നിങ്ങൾ ഞാൻ ഇത്തിരി മോദി വർഗീയവാദിയാണോ? ഞാൻ ഇത്തിരി മുമ്പേ ഞാൻ ഇങ്ങനെ ഇരുന്നു. ആണോ? നിങ്ങൾ പറഞ്ഞപ്പോ മിണ്ടാതിരുന്നു. നിങ്ങൾ മിണ്ടായിരിക്കാനാ ഞാൻ പറഞ്ഞു. ഇല്ല, നിങ്ങൾ സംസാരിക്കാതെ ഞാൻ പറയുമ്പോൾ നിങ്ങൾ സംസാരിക്കാം. കേരളത്തിന്റെ മുഖ്യമന്ത്രിയായിരുന്ന VS അച്യുതാനന്ദൻ മുഖ്യമന്ത്രി ആയിരിക്കെ 2010 മുഖ്യമന്ത്രി എന്ന നിലയിൽ നടത്തിയിരിക്കുന്ന പത്രസമ്മേളനത്തിൽ എല്ലാ ഇന്റലിജൻസും പോലീസ് സംവിധാനവും കയ്യിലുള്ള ആള് പറഞ്ഞു കേരളത്തിലെ ഇസ്ലാമികവൽക്കരിക്കാനുള്ള അജണ്ട PFI ഉണ്ട് എന്ന് പറഞ്ഞു. മിണ്ടാതിരിക്കുന്നേ, നിങ്ങൾ മിണ്ടരുത്. ഞാൻ പറയുന്നത് കേൾക്കൂ. നിങ്ങൾ മര്യാദ കാണിക്കൂ. പക്ഷെ ഞാൻ സംസാരിക്കും. നിങ്ങൾ മിണ്ടാതിരിക്കൂ ഷാഹുൽ. നിങ്ങൾ മിണ്ടാതിരിക്കേ. നിങ്ങൾക്ക് നിങ്ങളുടെ ആർഗ്യുമെന്റ് പോകുന്നു എന്ന് പറയുന്ന സമയത്ത് ബഹളം ഉണ്ടാക്കിയിട്ട് കാര്യമില്ല കേട്ടോ. അതുകൊണ്ട് ഞാൻ ഇവിടെ ഉണ്ടായിരുന്നല്ലോ. ജനാധിപത്യം താങ്കളും നിങ്ങളുടെ പോഡ്കാസ്റ്റ് ആയിരിക്കും, പക്ഷെ എന്നെ കേൾക്കാനാണ് വരുന്നതെന്നുണ്ടെങ്കിൽ നിങ്ങൾ പ്രസംഗിച്ചാൽ മതി. തീർച്ചയായിട്ടും ഞാൻ പറയുന്നത് കേൾക്കാനാണെങ്കിൽ നിങ്ങൾ മിണ്ടായിരുന്നേ പറ്റും. നിങ്ങൾ പറഞ്ഞു ഓരോ പിന്നെ ഞാൻ ചുമ്മാ കയറി വരാൻ പറ്റുമോ? ഞാൻ ചുമ്മാ കയറി വരാൻ പറ്റുമോ? നിങ്ങളുടെ പ്രസംഗം കേൾക്കാനാണ് എനിക്ക് പറയാനുള്ളത്. പ്രേക്ഷകരെ കേൾപ്പിക്കാനുമാണ് നിങ്ങൾ എന്നെ വിളിക്കുന്നത് അല്ലേ? അല്ല, നിങ്ങൾ പറയുന്ന ആൾക്കാരെ കേൾപ്പിക്കാൻ എനിക്ക് വരേണ്ട കാര്യമില്ല. അപ്പം മിണ്ടായിരിക്കും. മുഖ്യമന്ത്രിയായിരുന്ന എല്ലാ ഇന്റലിജൻസും പോലീസ് സംവിധാനവും കെട്ടുന്ന VS അച്യുതാനന്ദൻ കേരളത്തിനെ ഹൈന്ദവവൽക്കരിക്കാനായിട്ട് BJPക്ക് RSSന് ഒരു പ്ലാൻ ഉണ്ട് എന്ന് പറഞ്ഞിട്ടുണ്ടോ? RSSന് പ്ലാൻ ഉണ്ടോ എന്ന് ചോദിച്ചാൽ മറുപടി പറയൂ ചങ്ങാതി. പ്ലാൻ ഉണ്ടോ, യെസ് ഓർ നോ പറയാൻ ഇത് നമ്മൾ ക്വസ്റ്റ്യൻ ആൻസർ അല്ലല്ലോ. പിന്നല്ലാതെ